നമസ്കാരം. നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കാഹളമെന്ന പരിപാടിയിൽ ഇന്ന് വികസനങ്ങൾ വിവരിക്കുന്നത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവിയാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് 21 വാർഡുകൾ, കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത്. പ്രവർത്തന മികവിൽ സംസ്ഥാന തലത്തിലടക്കം നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ പഞ്ചായത്ത്. തൂവെളിച്ചം, ലൈഫ് ഭവന പദ്ധതി, ഒപ്പം തന്നെ ക്രിമിറ്റോറിയം, ഇന്ത്യയിലെ ആദ്യം സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ച പഞ്ചായത്ത്. അങ്ങനെ ഒട്ടേറെ വികസന നേട്ടങ്ങൾ, ചരിത്ര നേട്ടങ്ങൾ നേടിയ ഒരു ഭരണസമിതിയാണ് കുളത്തൂപ്പുഴയിലുള്ളത്. നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ എവിടം വരായി? അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ, പാർട്ടി തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കാഹളം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അത് വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാർ. കഴിഞ്ഞ 5 വർഷം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളുടെ സമക്ഷം നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിലൊരു വിലയിരുത്തലാണ്, അത് ജനങ്ങൾ നടത്തട്ടെ. അപ്പം എന്താണ് കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ? ഈ കഴിഞ്ഞ 5 വർഷക്കാലം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ചരിത്രപരമായ നേട്ടങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് ജനിച്ചു കഴിഞ്ഞാൽ അവന് കയറി കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയും ഒരു വീടും എന്നുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് 1062 പേർക്ക് വീടും വസ്തുവും നൽകി പൂർത്തീകരണ ഘട്ടത്തിലാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന് ഈ കഴിഞ്ഞ തദ്ദേശ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരള സംസ്ഥാനത്തെ 2ാമത്തെ പഞ്ചായത്തായി അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യമാണ് കുളത്തൂപ്പുഴയിലെ ജനങ്ങൾക്കും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ജീവിച്ചാൽ മരിക്കും, അല്ലേ? ആ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിദാനം ചെയ്യുന്നതിന് ഇവിടെ ഏറ്റവും പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവർക്ക് 2 സെൻറ്റ് 3 സെൻറ്റ് വസ്തുവാണുള്ളത്. അവരെ അടക്കം ചെയ്യുന്നതിന് ഒരു 80 ലക്ഷം രൂപയോളം ചെലവഴിച്ച് അതിമനോഹരമായ ഒരു ക്രിമിറ്റോറിയം ആത്മതീരം എന്ന പേരിൽ ഞങ്ങൾ പണി കഴിപ്പിച്ചു. അത് നല്ല സൗകര്യത്തിലും നിലവാരത്തിലും പ്രവർത്തിക്കുന്നു. 100 കണക്കിന് ആളുകളെ ദൈനംദിനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും തുടർന്ന് അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലും മരണപ്പെടുന്നവരെ ഇവിടെ അടക്കം ചെയ്യുന്നുണ്ട്. അത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഗീത സംവിധായകൻ, നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടം 1ാം ഘട്ടത്തെ പണി പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തെ പണി ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികളും നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. അതും ഒരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പം ഒരാളിനെ നടന്നു പോകുമ്പോൾ വെട്ടവും വെളിച്ചവും വലിയ ആവശ്യമാണ്. തൂവെളിച്ചം പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ലൈറ്റുകൾ എത്തിക്കുവാനും അത് പരിപാലിക്കുവാനും തുടർന്ന് കത്തിച്ച് നിൽക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് നാട്ടിലെ ജനങ്ങൾക്കും അതിൽ വലിയ അഭിപ്രായം തന്നെയാണുള്ളത്. പിന്നെ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ കുഞ്ഞുങ്ങളുടെ അംഗനവാടി, സാമൂഹിക ക്ഷേമ വകുപ്പിൽ അംഗനവാടികളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് അംഗൻവാടികൾ, വലിയ സ്മാർട്ട് അംഗൻവാടി 70 ലക്ഷം രൂപയിൽ കവിഞ്ഞു മുടക്കിയ നെല്ലിമൂട്ടിൽ ഒരു വലിയ ബഹുനില കെട്ടിടം, അതിൻ്റെ ഉദ്ഘാടനം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. അതുപോലെ മറ്റ് അംഗനവാടികൾക്കെല്ലാം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സ്മാർട്ട് അംഗൻവാടികളും ആക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾക്കൊരു വലിയ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ്സുകളാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വിവിധങ്ങളായ പദ്ധതികൾ ചെയ്ത് ആ സ്കൂളുകളെ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് ചുറ്റുമതിലും ഇൻ്റർലോക്ക് അടക്കമുള്ള സ്കൂൾ കെട്ടിടങ്ങളെല്ലാം സർക്കാർ തലത്തിലും ഒക്കെ ചെയ്തുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ നല്ല നിലവാരത്തിൽ ഉയർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുളത്തൂപ്പുഴയിലെ ഒരു CHSC ആണുള്ളത്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള. അതിന് ബഹുനില കെട്ടിടങ്ങൾ ഇവിടെ ഉയരുകയാണ്.
അതിലെ പ്രവർത്തനങ്ങൾക്ക്, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 1400ഓളം കുടുംബങ്ങൾക്കാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തി പാലിയേറ്റീവ് ഒരു വലിയ സംവിധാനമായി അതിൻ്റെ തുടർ എല്ലാ വീടുകളിലുമുള്ള പാലിയേറ്റീവ് പേഷ്യൻറ്റുകളെ പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ വകയിരുത്തുകയും അവർക്ക് മരുന്നുകൾ ലഭ്യമാക്കുകയും അവരെ പരിപാലിക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങളും പാലിയേറ്റീവ് മേഖലയിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പശ്ചാത്തല മേഖലയിൽ ഈ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവർക്കും നടന്നു പോകുന്നതിന് എല്ലാ റോഡുകളും നടപ്പാതകളും ഇടവഴികളും ഒക്കെ പൂർണ്ണ തോതിൽ എത്തിക്കുവാൻ ഒരു പരിധിവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വിഷ്വൽ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി വലിയ റോഡുകളൊന്നും ഞങ്ങൾക്കില്ല. ചെറിയ ചെറിയ ചില റോഡുകളല്ലാതെ ബാക്കിയെല്ലാം പശ്ചാത്തല മേഖലയിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന അതിമനോഹരമായ നല്ല 2 വെയിറ്റിംഗ് ഷെഡുകൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിന് ചെയ്ത് തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്താണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെയുള്ള ബഹുമതിയെല്ലാം ഞങ്ങൾക്ക് ഗവർണറിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിത കേരളം മിഷൻ്റെ ഭാഗമായിട്ടും ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടും നമുക്ക് നല്ല നിലയിൽ പച്ചത്തുരുത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഹരിത കേരളം മിഷൻ്റെ സഹായത്തോടു കൂടി പച്ചത്തുരുത്ത് ചെയ്തത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ്. ഈ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി MCFകൾ കൽവട്ടാങ്കുഴിയിൽ അതിമനോഹരമായ MCF സ്ഥാപിച്ചു. അത് തിരിയുന്നതിനും അവർക്ക് ഇരിക്കുന്നതിനും മറ്റ് കുടിവെള്ളം, അടിസ്ഥാന സൗകര്യം ഇതെല്ലാം ഒരുക്കിക്കൊണ്ട് ഒരു വാർഡിൽ 2 മിനി MCFും ബോട്ടിൽ ബൂത്തുകളും അതെല്ലാ മേഖലകളിലും നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൽ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി മാലിന്യം കൊണ്ട് തള്ളുന്നവർക്ക് അതിന് പരിഹാരമായി കണ്ടുകിട്ടുന്നതിന് വേണ്ടി നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒട്ടേറെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിനൊരു പകുതിയോളം പരിഹാരങ്ങൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കുറേ ക്യാമറകളും കൂടെ വയ്ക്കുന്നതിനുള്ള നടപടികൾ തുടർന്ന് അതും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാർഷിക മേഖലയിൽ ഇവിടെ കർഷകർ അനുഭവിക്കുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. വന്യമൃഗങ്ങൾ ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഒത്തിരി വലുതാണ്. അപ്പോൾ അവരുടെ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫെൻസിങ് ഓരോ വർഷവും കർഷകരുടെ അവരുടെ അവകാശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് ഫെൻസിങ് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും ഓരോ വർഷവും ഫെൻസിങ് ഇട്ടുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ഞങ്ങൾക്ക് തുടക്കം കുറിക്കാനല്ല കുറേയേറെ ചെയ്യുവാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വന്യമൃഗശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് കുളത്തൂപ്പുഴ അടക്കമുള്ള മലയോര പഞ്ചായത്തുകൾ. ഈ വന്യമൃഗശല്യം നേരിടാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ ഇതര ഏജൻസിയുടെയൊക്കെ സഹായത്തോടെ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പം നൂതനമായ ഒരു പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു. അതിലും നന്നായി ഞങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ഈ വർഷവും 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ മറ്റ് ഇതര പഞ്ചായത്തുകളുടെയും കൂടെ തുക വകയിരുത്തിക്കൊണ്ട് കുളത്തൂപ്പുഴയിൽ തന്നെ 10 കിലോമീറ്റർ നമ്മുടെ 50 ഏക്കർ പെരുവഴിക്കാല, കുളമ്പി, വില്ലുമല, പിന്നെ അത്രയും ഭാഗങ്ങളിൽ ഡീസൻ്റ് മുക്ക് ആ 10 കിലോമീറ്ററിൽ 55 ലക്ഷം രൂപ മുടക്കി ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിടങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും ഞങ്ങൾ തുക വകയിരുത്തിയിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലൂടെ തുടർന്ന് 16 ഏക്കർ അതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ വ്യാപിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കൃഷി വകുപ്പുമായി ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടും കൂടെ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടെ ആകുമ്പോൾ അത് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്.
ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഒരു പ്രകടന പത്രിക പോലെ നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഇവയെല്ലാം പാലിച്ചു എന്ന് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ചില പദ്ധതികളിലൊക്കെ മനസ്സിലുണ്ടായിരിക്കാം, നമുക്ക് നമ്മുടെ ചില സ്വപ്ന പദ്ധതികൾ, ഈ സമയത്ത് ഇന്ന പദ്ധതികൾ നടപ്പിലാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ തുടക്കം കുറിക്കാൻ കഴിഞ്ഞോ, തുടക്കം കുറിച്ച് പൂർത്തീകരിച്ചതോ ആയ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച വിശ്വാസത്തെ അവർക്ക് കൊടുത്തിരുന്നതെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രവീന്ദ്ര സ്മാരകം, ക്രിമിറ്റോറിയം, പിന്നെ വഴിവിളക്കുകൾ, ഈ ഇൻഡോർ സ്റ്റേഡിയം. ഇത് ഏറ്റവും പ്രധാനമായി എല്ലാവരും ആഗ്രഹിച്ചിരുന്നതായിരുന്നു. അത് ഞങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 1-2 പദ്ധതികൾ കൂടി ചെയ്യുവാനുണ്ട്. അത് നമ്മളിപ്പോൾ പ്രകടന പത്രിക, നമുക്ക് ഇനി വരുന്ന സമിതിക്ക് അത് പൂർത്തീകരിക്കാനുള്ള തുടർ നടപടിക്കുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. 1-2 കാര്യങ്ങളുണ്ട്. ഒരു സമിതിയുടെ കാലഘട്ടത്തിൽ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർത്തു എന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ സമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം, അതായത് 2.5 കൊല്ലം CPI, 2.5 കൊല്ലം CPM എന്ന മുന്നണി ധാരണ പ്രകാരമായിരുന്നു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി ഉണ്ടായത്. ഈ 5 വർഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള സഹകരണമാണ് ഈ ഭരണസമിതിക്ക്, പ്രത്യേകിച്ച് ഇടത് ഭരണസമിതിക്ക് ഉണ്ടായത്? ആദ്യത്തെ 2.5 വർഷം P. അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവസാനത്തെ 2.5 വർഷം ഞാൻ തന്നെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ചെറിയ ചെറിയ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതെവിടെയും ഉണ്ടാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊന്നും തടയുന്നതിനൊന്നും അവരെതിരല്ല. ഭരണപക്ഷം ഒന്നിച്ച് നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിൽ, അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ, ആ ഒരു പരിധിവരെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണുള്ളത്. ഈ നമ്മൾ ഈ കുളത്തൂപ്പുഴ മാർക്കറ്റിൻ്റെ നവീകരണം ഒരു വലിയ പദ്ധതിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ അത് ഇതുവരെ തുടങ്ങാനോ അല്ലെങ്കിൽ അത് മറ്റുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഏറെ വിമർശനങ്ങളും അതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ് ഒരു തടസ്സം എന്ന് പറയാം? തടസ്സമായിട്ടൊന്നുമില്ല. നമുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായി ഏറ്റെടുത്ത് ചെയ്യേണ്ടൊരു പദ്ധതിയാണ്. കാരണം അത് ഒരുപാട് സ്വപ്നമാണ്. അതിനകത്ത് അത് പൊളിച്ച് വലിയ രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കുന്നത് അതിൽ 1 കോടി രൂപയോ 2 കോടി രൂപയോ കൊണ്ടൊന്നും നമുക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കുക, തുടർന്നുള്ള പ്രവൃത്തി വീണ്ടും ഏറ്റെടുക്കുക. സർക്കാരിലേക്കാണ് ഞങ്ങളതിൻ്റെ ഫണ്ടിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇനി വരുന്ന ഒരു ഭരണസമിതി അത് നന്നായി ആ മാർക്കറ്റിനെ മുന്നോട്ട് പോകുന്ന തരത്തിലാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി നമ്മൾ ഏറ്റവും അടുത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തുടർന്ന് അത് തന്നെയായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എല്ലാ പദ്ധതികളും ഒരു 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് നമുക്ക് പോകാൻ കഴിയില്ല. വരും വർഷങ്ങളിൽ നമുക്ക് വേറെ വലിയ പദ്ധതികളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. വരുന്ന ഭരണസമിതിക്ക് അത് ചെയ്യുവാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൊളിച്ച് ഒരു അടിസ്ഥാന അടി മുതൽ മുകളിൽ വരെ നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള, ചന്ത അടക്കമുള്ള, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കമുള്ള ഒരു വലിയ സംവിധാനമാണ് ഞങ്ങൾ അതിൽ കണ്ടിരിക്കുന്നത്. അത് ചെയ്തെടുക്കും. നമ്മുടെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ വികസന പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയെന്നൊന്ന് വിശദീകരിക്കാമോ? കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രി കഴിഞ്ഞ 5 വർഷക്കാലം നേരിട്ടിരുന്ന ആ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം നിലവിൽ രായും പകലും ഡോക്ടർമാരുണ്ട്, 4 ഡോക്ടർമാരുണ്ട്. മരുന്നുകൾ ആവശ്യം പോലെയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അത് നൽകുന്നുണ്ട്. പക്ഷെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, MLA, MP, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ ഫണ്ടുകൾ, അങ്ങനെ ബഹുനില കെട്ടിടങ്ങൾ അവിടെ ഉയർന്നു. അത് ഇപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഉദ്ഘാടനവും കാണും. പക്ഷെ അതിലെ ഒരു പ്രത്യേകത, നമുക്കെല്ലാം സന്തോഷം തരുന്നത് കുളത്തൂപ്പുഴയിലുള്ള ജനങ്ങൾക്ക് കിടത്തി ചികിത്സ, ഡയാലിസ്, മറ്റ് എക്സ്റേ, ലാബ് അടക്കമുള്ള വിവിധങ്ങളായ യൂണിറ്റുകൾ അതിൽ ആരംഭിച്ചുകൊണ്ട് കുളത്തൂപ്പുഴയിൽ ഒരു വലിയ ഹോസ്പിറ്റലായി മാറാൻ പോകുന്നു എന്നുള്ളത് കുളത്തൂപ്പുഴക്കാരുടെ സന്തോഷം തരുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഹോസ്പിറ്റലുമായി മുമ്പോട്ട് കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന വലിയ ഒരു എഫർട്ട്, പങ്ക് തന്നെയാണ് അത് നമ്മുടെ പഞ്ചായത്തിലും അത് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും നാം കാണുന്നത്. ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗവും എല്ലാം വലിയ മാറ്റത്തോടു കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.
ഈ കഴിഞ്ഞ 5 വർഷവും ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് പഞ്ചായത്തിന് ആവശ്യമായ വിഹിതം ലഭിച്ചിട്ടുണ്ടോ? MLA അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ളൊരു സഹകരണമാണ്? ഫണ്ടടക്കം ലഭ്യമാക്കി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ നടത്തിയ പദ്ധതികൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഒട്ടേറെ പദ്ധതികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ആദിവാസി ഊര് സങ്കേതങ്ങളിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് 50 ഏക്കർ പോലെയുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പുറത്ത് കയറി വരാൻ, ഇക്കരയോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു. അത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട MLA ഉടനടി 1 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ പാലം പൂർത്തീകരണ ഘട്ടത്തിലാണ്. വളരെ സന്തോഷമാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾ അത്രയും അധികം ആ പാലം നല്ല ഉയർത്തി. ഇനിയൊരു മഴ പെയ്താൽ അവർക്കൊരു പ്രശ്നവുമില്ല. അത്തരത്തിൽ ഒരു വലിയ പാലം അവിടെ പണി തീർത്തു. എനിക്ക് അമ്പലക്കടവ് പാലവും അതുപോലെ വലിയ ഒരു ഇതാണ് നമ്മുടെ ഈ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലമാണ് കുളത്തൂപ്പുഴയിൽ ശ്രീ ശാസ്ത ധർമ്മ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് കടന്നു പോകുന്നതിനും വാഹനങ്ങൾ വരുന്നതിനും വേണ്ടി നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു സാറ് അതിന് പ്രോജക്റ്റ് വെച്ച് തന്നെയായിരുന്നു. പിന്നെ എന്തോ അത് ചെറിയ നിയമ തടസ്സങ്ങളൊക്കെ വന്ന് നടക്കാതിരുന്നു. ബഹുമാനപ്പെട്ട PS സുബാൽ MLA ഇപ്പോഴത് അടിയന്തരമായി നിയമസഭയിൽ ഇടപെടുകയും 12 കോടിയോളം വരുന്ന തുക ചിലവഴിച്ചുകൊണ്ട് ആ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് പണി നടക്കുകയാണ്. അതും ഒരു വലിയ പദ്ധതിയാണ്. പിന്നെ ഒട്ടേറെ റോഡുകളും വികസനങ്ങളും ഒക്കെ MLA നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവരിച്ചത്. ഇനി ഇത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. മറ്റൊരു പഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.